കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ലയയും അവരെല്ലാവരും കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ ലയയും അമ്മയും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം മാധവും പറയുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ മാധവിൻ്റെ അമ്മ പറയുന്നു, ഇങ്ങനെ ഇഷിത എന്ന് പറഞ്ഞ ഡോക്ടർ ഇങ്ങനെ അവളുടെ കുഞ്ഞിനെ കൊന്നതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഡോക്ടർ ഇഷിതയോ സിറ്റി ഹോസ്പിറ്റലിലെ അവരാണ് നിങ്ങളുടെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നതാണല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് തുടങ്ങി. അവസാനം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദ്യം നിങ്ങളുടെ ഭാര്യേനെ കൊണ്ടുപോയി മെൻ്റൽ ഹോസ്പിറ്റലിൽ കാണിച്ച് ചികിത്സ ചെയ്യണം, എന്നിട്ട് ഇതിന് വാന്ന് പറയും. അപ്പോൾ ഉടനെ ലയ ചാടി എഴുന്നേൽക്കും. എനിക്ക് നിങ്ങളുടെ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, ഞാൻ പോവുക, നിങ്ങൾ അവളെ എല്ലാം കണക്കാന്ന് പറയും. അപ്പോൾ മനസ്സിനെ ആണെങ്കിൽ അതുപോലെ തന്നെ പറയും, ഈ ഡോക്ടറെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, പോകാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടും എഴുന്നേറ്റ് പോകും. അപ്പോൾ മാധവാണെങ്കിൽ ഡോക്ടറെ അടുത്ത് സോറിയൊക്കെ പറയും. അപ്പോൾ മാധവനോട് പറയും, സാരമില്ല മാധവ്, അവരെ ആദ്യം സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുക, എന്നിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയും. അങ്ങനെ മാധവും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഇഷിതയാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ രണ്ടുപേരും കൂട്ടിമുട്ടുകയാണ്. അപ്പോൾ ഇഷിതയെ കണ്ട ഉടനെ ലയ പോയി കഴുത്തിന് കുത്തിപ്പിടിക്കുക. അങ്ങനെ ഇഷിത വിടാനൊക്കെ പറയുമ്പോൾ ഒന്നും വിടുന്നില്ല. അങ്ങനെ ആൾക്കാരൊക്കെ കൂടി കൈയൊക്കെ പിടിക്കുക. അങ്ങനെ ഇഷിതയെ മോശക്കാരിയാക്കുകയാണ്. ഇവളെ ആരും വിശ്വസിക്കരുത്, ഇവള് കുഞ്ഞിനെ കൊല്ലുന്ന ഡോക്ടറാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ കേൾക്കുകയാണ്. ഇഷിത എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മാധവ് അങ്ങോട്ടേക്ക് വരും. അപ്പം മാധവ് പറയും, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറയും. നിങ്ങൾ അപ്പം മാധവിനെ കുറ്റപ്പെടുത്തും. അങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന സമയത്ത് ഇഷിത പറയും, ഞാൻ വന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റിനാണെന്ന് പറയും. അപ്പോൾ പറയും, കുഞ്ഞിനെ കൊന്ന നിനക്ക് ട്രീറ്റ്മെൻറ്റോ, നിനക്കൊരു കുഞ്ഞ് ഒരിക്കലും ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞിട്ട് മനസ്സിന് ശപിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയും, കുഞ്ഞില്ലെങ്കിൽ ഞാൻ സഹിച്ചോളും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോഴത്തേനും ഡോക്ടർ അങ്ങോട്ട് വരും. ഡോക്ടർ ഇഷിതയോട് പറയും, ബാ ഡോക്ടർ എന്ന് പറയും. ഇവരോടൊന്നും പറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല, വരാൻ പറയും. അങ്ങനെ ഇഷിതയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. പിന്നെ ഇവരെല്ലാം കൂടെ പുറത്തേക്കും പോവുകയാണ്. അങ്ങനെ ഇഷിതയുടെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെറിയ എന്താ പറയുക, ഒരു ആശ്വാസമൊക്കെ ഇഷിതയോട് ഡോക്ടർ സംസാരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ പറയും, നമുക്കിന്ന് സ്കാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ സ്റ്റാഫിനെ വിളിച്ച് സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. ഇതേ സമയത്ത് വീട്ടിലെത്തിയ മനസ്സിനെ ആണെങ്കിൽ നമ്മുടെ ആശുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നീയാണോടി ഇപ്പോൾ ആശുവിനെ ഈശ്വര വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും, പറയടി നീ സത്യം, നീയല്ലേ ഇഷിതയെ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ആശു പറയും, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അവിടെ പോകുന്ന കാര്യം പോലും എനിക്കറിയില്ല. ഇഷിത പക്ഷേ ആ ഡോക്ടർ കാണുന്നുണ്ട്, അവളുടെ ട്രീറ്റ്മെൻറ്റിനാണെന്ന് പറയും. അപ്പോൾ മാധവ് അങ്ങോട്ട് പറയും, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറയും. ഇങ്ങനെ മനസ്സിന് ഒത്തിരി വഴക്ക് പറയും ആശുവിനെ. അപ്പോൾ ആശു പറയും, ഞാൻ അപ്പോൾ ലയയും പറയും, നിങ്ങളെല്ലാം എന്നെ പറ്റിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പം മാധവ് പറയും, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിൽ നിങ്ങൾ കൂടുതൽ ഇടപെടണ്ടെന്ന് പറയും. അങ്ങനെ ആശുവിനെ ന്യായീകരിച്ചും വിശദീകരിച്ചും ചോദ്യം ചെയ്തും അങ്ങ് വിടുകയാണ്. പിന്നീട് ഇഷിത വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവരുടെ കാര്യം. അവരുടെ ജീവിതത്തിൽ ഞാനൊരു പ്രശ്നമാവുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് ആശു വിളിക്കുകയാണ്. അപ്പോൾ ആശു വിളിച്ച് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ കേൾക്കുന്നില്ല, ഞാനാണ് നിന്നെ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ പറയുന്നത്. അപ്പം ഇഷിതയാണെങ്കിൽ ആശുവിനെ ആശ്വസിപ്പിക്കുന്നു, ഞാൻ കാരണം ചേച്ചിക്കും ബുദ്ധിമുട്ടായല്ലോ എന്ന രീതിയിലൊക്കെ പറയും. അങ്ങനെ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രാമനാഥനും ആശും കൂടെ കല്യാണ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ കല്യാണം പൊടി പൊടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ചിപ്പിമോളുടെ ബർത്ത്ഡേ വരുവാണ്. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്യുകയാണ്. ഈ സമയത്ത് ആദിയെ ഇഷിത അപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദിയുടെ ഫോണിൽ ഇഷിതാമ്മ എന്നാണ് സേവ് ചെയ്ത് വെച്ചത്. അപ്പോൾ അവനിങ്ങനെ കോള് എടുക്കുന്ന സമയത്ത് രചന അങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിപ്പിയുടെ ബർത്ത്ഡേക്ക് ആദീനെ വിളിക്കുന്നതായിരിക്കും. പിന്നീട് മഹേഷ് ഇഷിതയും തമ്മിലുള്ള സംസാരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളാകുന്ന കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു ഇഷിതയോട് കുറേ കൂടെ തുറന്ന് സംസാരിക്കുന്ന മഹേഷിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.